എക്സ്പ്ലെയിൻ മലയാളത്തിൽ ചാനലിലേക്ക് സ്വാഗതം. ഇത് മൂന്നാമത്തെ വീഡിയോ ആണ്. ഇന്നത്തെ ടോപ്പിക് ദൃശ്യം 2 OTT റിലീസും തിയേറ്ററുകളും. അപ്പോൾ ഇതൊരു എക്സ്പ്ലനേഷൻ അല്ല, ഇതൊരു എക്സ്പ്ലോറേഷൻ, ഒരു അന്വേഷണമാണ്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് വന്ന 2 വാർത്തകളാണ്. ഒന്ന്, ദൃശ്യത്തിൻ്റെ സെക്കൻഡ് പാർട്ട് ജീത്തു ജോസഫ്, മോഹൻലാൽ അവരുടെ ദൃശ്യം സിനിമ ഭയങ്കര ഹിറ്റായ ദൃശ്യം സിനിമയുടെ സെക്കൻഡ് പാർട്ട് അവർ റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. അത് OTT പ്ലാറ്റ്ഫോം ആമസോൺ വഴിയാണ് റിലീസ് ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല, അടുത്ത ആഴ്ച മുതൽ കേരളത്തിലെ തിയേറ്ററുകളും കൂടി തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുവാദം കൂടി ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. അത് 50% ഓക്യുപ്പൻസി, അതായത് ഒന്നിടവിട്ട സീറ്റുകളിൽ ആൾക്കാരെ പ്രവേശിപ്പിച്ചുകൊണ്ട് തിയേറ്റർ തുറക്കാനുള്ള ഒരു അനുവാദമാണ് കേരള ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ തിയേറ്ററുകളുടെ ഈ പകുതി പേരെ വെച്ചിട്ടൊക്കെ എത്രത്തോളം ഇത് വയബിൾ ആയിരിക്കും, അവർക്ക് ചെലവിനുള്ള പൈസയെങ്കിലും കണ്ടെത്താൻ പറ്റുന്നൊക്കെ ചോദ്യങ്ങളൊക്കെ അവശേഷിക്കുന്നുണ്ട്. അപ്പം അത് എന്തൊക്കെ തരത്തിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഇതിനൊരു വേറെ എന്തെങ്കിലും വഴിയുണ്ടോ ഇതിൻ്റെ വരുമാനം കൂട്ടാൻ, ആ ഒരു അന്വേഷണമാണ് ഇതിൽ നടത്തുന്നത്. അപ്പം ആദ്യമായിട്ട് ഇപ്പോഴത്തെ നമുക്ക് ഇത് മനസ്സിലാക്കാം. ഓരോ തിയേറ്ററിലും അവരുടെ പ്രൈസ്, അവരുടെ ടിക്കറ്റ് പ്രൈസ് നിശ്ചയിക്കുന്നത് ആ തിയേറ്ററുകാർ തന്നെയാണ്. ടിക്കറ്റ് പ്രൈസ് എത്രയായിരിക്കണം എന്നുള്ളത് നിശ്ചയിക്കുന്നത് ആ ഒരു ഇൻഡിവിജ്വൽ തിയേറ്റേഴ്സ് തന്നെയാണ് നിശ്ചയിക്കുന്നത്. അത് ചിലപ്പോൾ 100 മുതൽ 500 വരെയുള്ള ആ റേഞ്ചിലൊക്കെ ആയിരിക്കും പല ടിക്കറ്റ് പ്രൈസും. പക്ഷേ ഒരു പർട്ടിക്കുലർ തിയേറ്ററിൽ ഏത് സിനിമയായാലും അത് അവിടുത്തെ റേറ്റ് എത്ര, 100, 200, 400, 500 എത്രയാണെങ്കിൽ ആ റേറ്റ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏതാണ്ട് ഇതുമാതിരി പ്രവർത്തിക്കുന്ന ഈ ഒരു പ്രിൻസിപ്പിൾ പ്രവർത്തിക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണെങ്കിൽ എന്തായിരിക്കും നോക്കുക. അതായത് ഈ റെസ്റ്റോറൻറ്റിൽ എങ്ങനെയാണ് എല്ലാ ഡിഷുകളും ഒരു സർട്ടൻ ഒരു പോർഷൻ, അതായത് ഒരു 300 ഗ്രാമിൻ്റെ ഒരു പോർഷനാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കൊടുക്കുന്നത്. പക്ഷെ അതിൽ ഈ 300 ഗ്രാം പോർഷൻ ഏത് ഡിഷായാലും അവർ ഒരേ വിലയാണ് ഈടാക്കുന്നത്. അതായത് ഇപ്പോൾ ഉപ്പുമാവായാലും ഇഡ്ഡലി ആയാലും ബിരിയാണി ആയാലും ഒരു 300 ഗ്രാമിൻ്റെ പോർഷന് അവർ ഈടാക്കുന്ന ഒരു 100 രൂപയാണെന്ന് വിചാരിക്കുക. അതുമാതിരി തന്നെ ഇപ്പം മത്സ്യത്തിൻ്റെ കേസിലാണെങ്കിൽ, മത്തിയാണെങ്കിലും, പിന്നെ ചെമ്മീനാണെങ്കിലും, വല്ല ആവോലി അല്ലെങ്കിൽ കരിമീനൊക്കെ ആണെങ്കിലും എല്ലാറ്റിനും ഈ പറഞ്ഞ ഒരു 100 രൂപ മാത്രമാണ് അവർ ഈടാക്കുക. അപ്പം ഏതാണ്ട് ഇതുമാതിരി തന്നെയാണ് നമ്മുടെ തിയേറ്ററുകളിലെ പ്രൈസിങ്ങും. അതായത് കണ്ടന്റ് എന്തോ ആയിക്കോട്ടെ, ആ വിഭവം എന്തോ ആയിക്കോട്ടെ, ഒരേ വിലയ്ക്ക് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഒരു ഹിറ്റ് മൂവി, ഒരു ഹിറ്റായിട്ടുള്ളൊരു പടം, ഒരു 200 രൂപയുടെ ടിക്കറ്റ് വെച്ചിട്ടൊരു 100 പേര് കണ്ടു കഴിഞ്ഞാലും 20,000 രൂപയാണ് കിട്ടുക. പക്ഷെ അതേമാതിരി ഒരു ഫ്ലോപ്പ് മൂവി, അതും ഇതുമാതിരി ഒരു 200 രൂപ ടിക്കറ്റിൽ സപ്പോസ് ഒരു ദിവസമെങ്കിലും ഒരു 100 പേര് കണ്ടാൽ അപ്പോഴും ആ ഒരു 20,000 രൂപയാണ് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ആ റെസ്റ്റോറൻറ്റ് എക്സാമ്പിൾക്ക് ഒന്നും കൂടി പോയി കഴിഞ്ഞാൽ 100 പ്ലേറ്റ് ഇഡ്ഡലി കൊടുത്താലും 100 പ്ലേറ്റ് ബിരിയാണി കൊടുത്താലും ഏതാണ്ട് ഒരേ റവന്യൂ ആണ് ആ റെസ്റ്റോറൻറ്റിന് കിട്ടുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു രീതി. അപ്പം ഇങ്ങനെ തന്നെയാണോ വേണ്ടത്, ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം. ഇതിലൊരു മാറ്റം വരുത്താനുള്ളത് നമ്മുടെ ഈ ഫിക്സഡ് പ്രൈസാണ് ഇപ്പോൾ ഉള്ളത്. ഏത് സിനിമയ്ക്കായാലും ഒരു ഫിക്സഡ് പ്രൈസിലാണ് നോക്കുന്നത്. അതൊരു ഫ്ലോട്ടിംഗ് റേറ്റിലേക്ക് മാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, അതായത് ഈ കണ്ടന്റിനെ ബേസ് ചെയ്തിട്ട് ഒരു ഫ്ലോട്ടിംഗ് റേറ്റിലേക്ക് മാറാൻ പറ്റുന്നതാണ്. കാരണം ഇതിലൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവശ്യ സർവീസ് അല്ല. അപ്പം ഇങ്ങനത്തെ ചില പരീക്ഷണങ്ങൾ വേണമെങ്കിൽ നമുക്ക് നടത്തി നോക്കാവുന്ന ഒരു മേഖലയാണ് സിനിമ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു തിയേറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക, അതിൽ ഒറ്റ സ്ക്രീനേ ഉള്ളൂ. അവരുടെ ഒരു ഡെയിലി ഒരു ബ്രേക്ക് ഈവൻ, അതായത് എല്ലാ ചെലവുകളും കഴിച്ചിട്ട് ചെറിയൊരു തുക ആ തിയേറ്റർ ഓണർക്ക് ഒരു ലാഭം കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ദിവസം വേണ്ടത് 1,20,000 രൂപയാണെന്ന് വിചാരിക്കുക. അവിടെ ഉള്ളത് 200 സീറ്റാണുള്ള തിയേറ്ററാണുള്ളത്. അതിലൊരു 3 ഷോ ആണ് നടത്താൻ പോകുന്നത്. അപ്പോൾ പെർ ഷോ അതിന് കിട്ടേണ്ട എത്രയാണ്, 3 ഷോ ആണുള്ളത്. അപ്പോൾ ഒരു ഷോയ്ക്ക് 40,000 രൂപയാണ് റവന്യൂ ആയിട്ട് കിട്ടേണ്ടത്. അപ്പോൾ ഈ കേസിൽ നേരത്തെ 200 ഉള്ളത് ഇപ്പോഴത്തെ ഇത് പകുതി സീറ്റുകളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 100 സീറ്റിൽ നിന്ന് 400 രൂപ, 40,000 രൂപ കിട്ടണമെങ്കിൽ ഇവിടെ പെർ സീറ്റ് 400 രൂപയെങ്കിലും മിനിമം കിട്ടണം. ഇവിടെ സാധാരണ ഇപ്പോൾ കോവിഡിന് മുമ്പുള്ള ടിക്കറ്റ് പ്രൈസസ് 200 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പം ഇവിടെ ഈ 400 രൂപ ഒരു റിസർവ് പ്രൈസ് വെച്ചിട്ട്, ഇതിനൊരു റിസർവ് പ്രൈസ് വെച്ചിട്ട്
ഇതിലത്തെ സീറ്റുകൾ ഒന്ന് ഓപ്ഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട ആദ്യത്തെ ഒരു കാര്യം. അതായത് ഇപ്പോഴത്തെ ഓൺലൈൻ സിസ്റ്റമാണ്, ഓൺലൈൻ ബുക്കിംഗ് ആണ്. അപ്പോൾ ഓൺലൈൻ സോഫ്റ്റ്വെയറിൽ വെച്ചിട്ട് തന്നെ നമുക്ക്, അതായത് സപ്പോസ് റിസർവ് പ്രൈസ്, സപ്പോസ് ഇതിലൊരു 10 റോ ഉണ്ട് വിചാരിക്കുക, 20 സീറ്റുള്ള 10 റോ ആണ് വിചാരിക്കുക. ആദ്യത്തെ ഏറ്റവും പുറകിലുള്ള 2 റോസ് അല്ലെങ്കിൽ 3 റോസ് അല്ലെങ്കിൽ ഓരോ റോ വെച്ചോ നമുക്ക് ഇങ്ങനത്തെ ഹയസ്റ്റ് ബിഡർക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാം. അത് കഴിഞ്ഞാൽ അടുത്ത ലെവൽക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ഒരു റവന്യൂ കൂടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പല ആൾക്കാരും കൂടുതൽ പണം കൊടുത്തിട്ട് സിനിമ കാണാൻ തയ്യാറുള്ളവരുണ്ട്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഫിക്സഡ് ടു ഫ്ലോട്ടിങ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഇതിൻ്റെ കണ്ടന്റ് ആണ്. അതായത് ഇപ്പോൾ തിയേറ്ററിൽ ഇപ്പോൾ എങ്ങനെയാണ്, പുതിയ റിലീസുകൾ മാത്രമാണ് കാണിക്കുന്നത്. പക്ഷെ നമുക്കൊക്കെ ചിലപ്പോൾ ഒരു താല്പര്യം തോന്നുന്ന ഒരു തേന്മാവിൻ കൊമ്പത്ത് അല്ലെങ്കിൽ ഒരു ദൃശ്യം തന്നെ അല്ലെങ്കിൽ ഒരു ഗോഡ് ഫാദർ അങ്ങനത്തെ സിനിമകൾ കാണാനുള്ളത്. പിന്നെ ചില ടിപ്പിക്കൽ സംഭവങ്ങൾ നടക്കും. അതായത് ഇപ്പോൾ പാലാരിവട്ടം പാലം പൊളിഞ്ഞ സമയത്താണ് ആൾക്കാർ പഞ്ചവടി പാലത്തിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിരുന്നത്. പിന്നെ ഇപ്പോൾ നമ്മുടെ 2020 ഏതാണ്ട് 3-4 പ്രമുഖരായ നടന്മാർ നിര്യാതരായ, അത് ഋഷി കപൂർ ഉണ്ട്, ഇർഫാൻ ഖാൻ ഉണ്ട്, പിന്നെ സുശാന്ത് സിംഗ് രാജ്പുത്ത് ഉണ്ട്, പിന്നെ അനിൽ നമ്മുടെ അയ്യപ്പനും കോശിയിലും അഭിനയിച്ച അനിൽ. അപ്പൊ ഇവരുടെയൊക്കെ പടം വീണ്ടും ഒരു തിയേറ്ററിൽ കാണാനുള്ള ഒരു അവസരം അതുണ്ടെങ്കിൽ തന്നെ കുറച്ച് പേരെങ്കിലും, നമ്മളെ പോലെ കുറച്ച് പേരെങ്കിലും ഇതൊക്കെ വീണ്ടും ഒരു വലിയ സ്ക്രീനിലും വലിയ തിയേറ്ററിലും കാണാൻ ആഗ്രഹിക്കില്ല. അതിനുള്ള ഒരു അവസരം ഇപ്പൊ കിട്ടുന്നില്ല. അപ്പൊ ഇതാണ് 2 റവന്യൂ സ്ട്രീം, പ്രത്യേകിച്ചും ഈ ഒരു കോവിഡ് കാലഘട്ടത്തിലൊക്കെ വരുമ്പോൾ. ഇനി ഇത് മാത്രമല്ല, കോവിഡ് കാലഘട്ടത്തിലേക്ക് മാത്രം നമ്മൾ ഇതാക്കണ്ട, ഇനി ഇൻ ഫ്യൂച്ചർ ഓൾസോ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മളൊന്ന് മാറി ചിന്തിക്കേണ്ടത്, പുതിയ ഐഡിയാസ് ഒക്കെ കൊണ്ടുവരേണ്ടത്. അപ്പം വേറൊരു കാര്യം കൂടി നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഫിലിമിൻ്റെ ഒരു തിയേറ്ററിൻ്റെ റവന്യൂ എന്താണ് നമ്മൾ ഏതാണ്ട് കണ്ടു. അതിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കാം. ഒരു ഇതെങ്ങനെയാ വെച്ചാൽ ടിക്കറ്റ് പ്രൈസ് എത്രയാണ്, ടിക്കറ്റ് പ്രൈസ് ഇൻറ്റു സീറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഷോസ് ഇൻറ്റു ഡേയ്സ്, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു റവന്യൂ വരുന്നത്. ഷോസ് ഇൻറ്റു ഡേയ്സ്. അതായത് സപ്പോസ് ഒരു തിയേറ്ററിൽ ഇപ്പോൾ 200 രൂപയാണ് വിചാരിക്കുക. അതിൽ സീറ്റുകൾ 200 സീറ്റുകളുണ്ട്, 3 ഷോ ഉണ്ട്. പിന്നെ ഡേയ്സിൽ നമുക്ക് 2 കാര്യം ചെയ്യാം. ഒന്നൊരു ഹിറ്റ് പടം 100 ദിവസം ഓടുന്നു, വേറൊരു ഫ്ലോപ്പ് ആയിട്ടുള്ള പടം 5 ദിവസം ഓടുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു മൾട്ടിപ്ലിക്കേഷനാണ് ഇവരുടെ ഈ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ ഫ്ലോപ്പ് പടമാണെങ്കിൽ അത് മേ ബി 3, 4, 5 ദിവസം ഓടുമായിരിക്കും. അതന്നെ ഫുള്ളി ഓക്യുപ്പൈഡ് ആയിരിക്കില്ല. 4 ദിവസം കഴിയുമ്പോഴേക്കും ആർക്കാർക്ക് മനസ്സിലാവും തല്ലിപ്പൊളി സിനിമയാണ്. അപ്പോൾ ആ ഒരു വേർഡ് സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ആരും വരില്ല. അപ്പോൾ അതിൻ്റെ ലോസ് ഫുള്ളായിട്ടും ഈ ഒരു ഫിലിം ഇൻഡസ്ട്രി അബ്സോർബ് ചെയ്യേണ്ടി വരികയാണ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞു, ഹിറ്റായിട്ട് ഓടുന്ന പടം എന്ന് പറഞ്ഞാൽ അതിലത്തെ ഗെയിന് മുഴുവനായിട്ട് ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിക്ക് കിട്ടുന്നുണ്ടോ, അതാണ് അതിൽ ചോദ്യം. അപ്പോൾ ഇതിൽ നമ്മൾ ഈ പറഞ്ഞ ഇതിലെ കൺസ്യൂമർ സർപ്ലസ് എന്നുള്ള ഒരു ഇതിലേക്ക് വരികയാണ്. അതായത് കൺസ്യൂമർ സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സപ്പോസ് ഇപ്പോൾ ഇവിടെ 200 രൂപയാണ് ഈ ഒരു ടിക്കറ്റിൻ്റെ പ്രൈസ്. സപ്പോസ് ഇപ്പോൾ ദൃശ്യം 2 റിലീസ് ചെയ്യാണ്, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് ഒരാളിപ്പോൾ ഒരു 600, 700, 800 രൂപയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സപ്പോസ് ഒരാളൊരു 600 രൂപ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളുണ്ടെന്ന് വിചാരിക്കുക. ഇതാണ് ഇയാൾ മാക്സിമം കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഇത്. പക്ഷെ അവിടെ ടിക്കറ്റിൻ്റെ പ്രൈസ് എത്രയാണ്, 200 രൂപ. അപ്പോൾ ഈ ഡിഫറൻസ് ആണ് എക്കണോമിക്സിലെ കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിനോ സേവനത്തിനോ കൊടുക്കാൻ വിചാരിക്കുന്ന മാക്സിമം വില ഇത്രയാണ്, 600 രൂപ വരെ ഞാൻ കൊടുക്കാൻ തയ്യാറാണ്, പക്ഷേ ഇതെനിക്ക് 200 രൂപ കിട്ടുന്നു. അപ്പോൾ ഈ ഡിഫറൻസ് ആണ് കൺസ്യൂമർ സർപ്ലസ്. അതായത് നമുക്ക് എന്ത് സാധനം കാണുമ്പോഴും ചിലതിൻ്റെയൊക്കെ വില കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും, ഇത് ഭയങ്കര ലാഭമാണല്ലോ നമുക്കിങ്ങ് തോന്നും. ശരിക്കും നമ്മൾ ആ പറയുന്നത് എന്താണ്, അവിടെ വലിയൊരു കൺസ്യൂമർ സർപ്ലസ് ഉണ്ട് എന്നാണ് അതിൻ്റെ ഒരു സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ ഉള്ളൊരു ഇതെങ്ങനെയാ വെച്ചാൽ, ഇവിടെ നമുക്ക് ലോസ് എന്ന് പറയുമ്പോൾ ആ ലോസ് മുഴുവൻ ഇൻഡസ്ട്രി അബ്സോർബ് ചെയ്യുന്നു. പക്ഷേ ഗെയിന് ഇവിടെ മുഴുവൻ, ലാഭം മുഴുവൻ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഈ 200 ചിലപ്പോൾ 600 രൂപയ്ക്കും, ചിലപ്പോൾ ഒരു 50 ടിക്കറ്റ് വേണമെങ്കിൽ ഈ 600 രൂപയ്ക്ക് വിറ്റ് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതിൽ കുറഞ്ഞ റേറ്റിൽ ഇങ്ങനെ കുറഞ്ഞ് വന്നിട്ടും ആ റേറ്റിലൊക്കെ പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതായത് ഈ ഒരു കൺസ്യൂമർ സർപ്ലസ്, ഇവിടെ കൺസ്യൂമർ സർപ്ലസിനെയും കൂടി ഒന്ന് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രി ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുകയാണ് നമ്മൾ ഈ ഒരു ഫ്ലെക്സിബിൾ പ്രൈസിങ് ആയിട്ട് ചെയ്യുന്നത്. പിന്നെ അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്, ഇതൊരു കണ്ടന്റ് ബേസ്ഡ് മാത്രമല്ല. അപ്പോൾ സപ്പോസ് ചില സിംഗിൾ സ്ക്രീൻ തിയേറ്ററൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ തിയേറ്റർ ആയിരിക്കും, ഒരു 10 രൂപ 100 സീറ്റുള്ള ഒരു 10 രൂപയുടെ സീറ്റ് ആയിരിക്കും. അപ്പോൾ അതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബാക്ക് റോയിലായിരിക്കും ഏറ്റവും നല്ല വ്യൂ കിട്ടുന്നത്.
ഏറ്റവും ഫ്രണ്ട് റോയിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ടെന്നീസ് ബാഡ്മിൻ്റൺ ഒക്കെ കാണാൻ പോകണ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട ഒരു അവസ്ഥയും വരും. അപ്പോൾ പക്ഷെ ഇതിലെ പ്രശ്നം ഇതിലെല്ലാറ്റിലും ഒരേ പ്രൈസിലാണ് ഇത് വെക്കുന്നത്. അപ്പോൾ ശരിക്കും ബാക്ക് റോക്കാർക്ക് ശരിക്കും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഫ്രണ്ട് റോക്കാർക്ക് കിട്ടുന്ന വ്യൂ അല്ല, അതിനേക്കാൾ എത്രയും നല്ല വ്യൂ ആണ് ബാക്ക് റോക്കാർക്ക് ഉണ്ട്. മാത്രമല്ല ഏറ്റവും ബാക്കിലിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ആ പിന്നിന്നുള്ള ചവിട്ട് കൊള്ളണ്ട എന്നുള്ളൊരു ഗുണം കൂടിയുണ്ട്. അപ്പം അവിടെയും ഒരു ഈ ഫ്രണ്ട് ബാക്ക് റോയിലത്തെലും അവിടെ ഒരു കൺസ്യൂമർ സർപ്ലസ് അവിടെയും ഉണ്ട്. അപ്പം അതും കൂടി ഇങ്ങനെയുള്ള ഒരു ഓൺലൈൻ ഓപ്ഷൻ ടിക്കറ്റിംഗ്, അതായത് ബിഡ് ചെയ്തിട്ട് ഹയസ്റ്റ് ബിഡർക്ക് ഇതെല്ലാം അലോട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി അത് ഫിലിം ഇൻഡസ്ട്രിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കണ്ടു കഴിയുമ്പോൾ ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും ഇത് സംഭവം ഒക്കെ ശരി തന്നെ, പക്ഷേ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വളരെ ഡെമോക്രാറ്റിക് ആണ്, വളരെ ജനകീയമായിട്ടുള്ള ഒരു മാധ്യമമാണ്. കാരണം എല്ലാവരും ഒരേ ടിക്കറ്റിന് ഒരേ വില കൊടുത്ത് ഒന്നിച്ചിരുന്ന് കാണുന്നു, യാതൊരു വ്യത്യാസങ്ങളും ഇല്ലാത്തൊരു സംഭവമാണ്. അപ്പം ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊരു സമ്പന്നർക്ക് മാത്രമായിട്ടുള്ളൊരു വിനോദോപാധിയായിട്ട് മാറും എന്നുള്ളൊരു സംശയം ചിലർക്കെങ്കിലും തോന്നാം. പക്ഷെ അതിനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം ഈ ഹൈ റേറ്റിലുള്ളത് ചിലപ്പോൾ വേണമെങ്കിൽ ആദ്യത്തെ വീക്ക് അല്ലെങ്കിൽ ആദ്യത്തെ 1-2 ആഴ്ച അല്ലെങ്കിൽ മാക്സിമം പോയാൽ ആദ്യത്തെ ഒരു മാസം മാത്രമായിരിക്കും ഈ ഒരു ഹൈ റേറ്റിലൊക്കെ ടിക്കറ്റ് വിറ്റ് പോകുന്നത്. അതിനുശേഷം അത് സാധാരണ ഇപ്പോൾ 200 രൂപയുടെ ടിക്കറ്റാണ് സാധാരണഗതിയിൽ ഉള്ളതെങ്കിൽ ആ 200 രൂപയ്ക്കൊക്കെ വരും. മാത്രമല്ല ചിലപ്പോൾ, അതായത് ഇപ്പോൾ നമ്മൾ ഫിക്സഡ് പ്രൈസാണ് 200 രൂപയാണ് എല്ലാവരും കൊടുക്കുന്നത്. പക്ഷെ ഇപ്പോൾ ആദ്യത്തെ കുറച്ച് 2 ആഴ്ചകളിലോ അല്ലെങ്കിൽ ഒരു മാസം കൂടുതൽ പൈസ വാങ്ങിയിട്ട് പ്രദർശിപ്പിച്ച ഒരു സിനിമ പിന്നീട് വരുമ്പോൾ ചിലപ്പോൾ ഇതൊരു 100 രൂപയിലേക്കും കൂടി വേണമെങ്കിൽ താഴാനുള്ള ചാൻസ് ഉണ്ട്. കാരണം തിയേറ്റർ ഓണർക്ക് ആദ്യത്തെ കുറച്ച് ആഴ്ചകളിൽ നല്ല ഇൻകം കിട്ടി. അതായത് 200 രൂപയ്ക്ക് 25 പേര് കാണുന്നതിനേക്കാൾ കൂടുതൽ റവന്യൂ എപ്പോൾ കിട്ടും, 100 രൂപയ്ക്ക് ഒരു 100 പേര് കാണുകയാണെങ്കിൽ കിട്ടും. അപ്പം ചിലപ്പോൾ അറിയില്ല, ഇങ്ങനെയും ചിലപ്പോൾ ഇപ്പോഴത്തേക്കാൾ കൂടുതൽ അഫോർഡബിൾ ആയിട്ട് മാറാനുള്ള ഒരു സാധ്യതയും കൂടിയുണ്ട്. പിന്നെ മാത്രമല്ല സെയിം തിയേറ്ററിൽ മാത്രമല്ല, ഇപ്പോൾ ഒരു സിറ്റിയിലിപ്പോൾ ഏറ്റവും പ്രീമിയം ഏറ്റവും ടോപ്പ് ക്ലാസ് 1-ാം തരം തിയേറ്ററിൽ ചിലപ്പോൾ വലിയ റേറ്റിലൊക്കെ ആയിരിക്കും. പിന്നീട് അത് ആദ്യത്തെ ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് റങ് ഒരു ടയർ 2 തിയേറ്ററിലൊക്കെ വേണമെങ്കിൽ കുറഞ്ഞ റേറ്റിൽ വേണമെങ്കിൽ സിനിമ കാണാനുള്ള ഒരു അവസരം കൂടി കിട്ടുമെന്നാണ് തോന്നുന്നത്. കാരണം അപ്പോൾ അതിൻ്റെ ഒരു ജനകീയം ആയിട്ടുള്ളൊരു മാധ്യമമായിട്ട് തന്നെ നിൽക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റോ വല്ല കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ അടിക്കുക. അതിനെ പറ്റിയുള്ള നമുക്ക് കൂടുതൽ അതിനെപ്പറ്റി വേണമെങ്കിൽ ചർച്ച ചെയ്യാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പോൾ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഏതാണ്ട് ഒരു 3 കോടി, ഞാൻ ഉറപ്പില്ല 3 കോടിയാണ് തോന്നുന്നത്, ആ പ്രൊഡ്യൂസർ അതിൻ്റെ കോസ്റ്റിൻ്റെ ഒരു ക്യാപ്പ് പ്രൊഡ്യൂസർമാരെല്ലാവരും കൂടി പറയേണ്ട. കാരണം എന്താണ്, ഇതിന്ന് കിട്ടാവുന്ന റവന്യൂ എന്ന് പറഞ്ഞാൽ മെയിൻലി മലയാളികൾ മാത്രമാണ് മലയാള സിനിമകൾ കാണുന്ന, മറ്റുള്ള ഇതുമാതിരിയുള്ള ഒരു മാസ് വലിയൊരു ഓഡിയൻസ് ഇല്ല. പക്ഷെ ഇങ്ങനെ ഒരു ഡൈനാമിക് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ 3 കോടി ഉള്ളത് ചിലപ്പോൾ ഒരു 5 കോടിയോ ഒരു 6 കോടിയോ ഒക്കെ ആയിട്ട് മാറാം. അപ്പം അങ്ങനത്തെ കേസിൽ നമുക്ക് വേണമെങ്കിൽ നല്ല ഹൈലി സ്കിൽഡ് ടെക്നീഷ്യൻസ്, ഹോളിവുഡിൽ നിന്നുള്ള വല്ല ടെക്നീഷ്യൻസിനെ കൊണ്ടുവരാൻ വേണമെങ്കിൽ കൂടുതൽ പൈസ കൊടുത്തില്ല. അല്ലെങ്കിൽ ഇപ്പോൾ പുലിമുരുകനിലൊക്കെ കണ്ടുമാരി അതിലത്തെ സ്റ്റണ്ട് മാസ്റ്റർ, അതും ആ സിനിമയിലും വേറെ ഒരു വിദേശ സ്റ്റണ്ട് മാസ്റ്ററാണ് അതിലത്തെ സ്റ്റണ്ടൊക്കെ ചെയ്തത്. പിന്നെ മാത്രമല്ല ഒരു ഫോറിൻ ലൊക്കേഷനിലൊക്കെ കൂടുതലായിട്ട് വേണമെങ്കിൽ സിനിമകൾ ചിത്രീകരിക്കാം. ഇനി അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്കിൻ്റെ ഒരു കഥ, ഒരു നോവലിൻ്റെ അല്ലെങ്കിൽ കഥയുടെയൊക്കെ ഒരു റൈറ്റ്സ്, അതിന് വേണമെങ്കിൽ ഇപ്പോൾ കൂടുതൽ പണം ആരെങ്കിലും ചോദിക്കുകയാണ്, ഈവൻ മലയാളം അല്ല വിചാരിക്കുക, ഏതെങ്കിലും ഒരു ഇംഗ്ലീഷിലൊരു നോവലോ ഇംഗ്ലീഷിലൊരു കഥയോ ഇതിലേക്ക് ആക്കണമെങ്കിൽ സപ്പോസ് അതിൻ്റെ ഓതർ ഫിലിം റൈറ്റ്സിന് വേണ്ടിയിട്ട് കൂടുതൽ പൈസ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കണ്ടൻ്റൊക്കെ കൊണ്ടുവരാനുള്ള ഒരു അവസരം കൂടി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കിട്ടും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത്ര ഈ കാര്യത്തിൽ പറയാനുള്ളൂ. പിന്നെ ഈ ചാനലിൻ്റെ 3ാമത്തെ വീഡിയോ ആണ്. നേരത്തെ 2 വീഡിയോകൾ ഉണ്ടായിരുന്നു, അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം. 1ാമത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്വകാര്യ ബാങ്കുകൾ വേണോ എന്നുള്ളൊരു ചോദ്യം, അതിനുള്ളൊരു അന്വേഷണമാണ്. 2ാമത്തെ MSPLS, അതായത് മിനിമം സപ്പോർട്ട് പ്രൈസിൽ എസ് എന്താണെന്നുള്ളത്, അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. താങ്ക് യു.